നമസ്കാരം. കാഞ്ഞിരപ്പള്ളി ഇസബല്ല ഫാഷൻ സ്റ്റോറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് കുറച്ച് സാരി ഒരു 2-3 പീസ് ചുരിദാർ സെറ്റും കാണിക്കാമെന്നാണ് ഞാൻ ഓർക്കുന്നത്. ഇത് കണ്ടോ ഈ സാരി, ഇതിപ്പോൾ നിങ്ങൾ പിന്നെയും ചോദിക്കുക എൻ്റെ അടുത്ത്, ഈ ക്രീമിനകത്ത് ആരെങ്കിലും കൈവശം തന്നിട്ടുണ്ടോ എന്ന്, അതുപോലെ ഭ്രാന്താണോ എന്ന്. ഇത് കണ്ടോ, നല്ല ടെസറിൻ്റെ സ്റ്റഫിൽ, സെമി ടെസറിൻ്റെ സ്റ്റഫിൽ ഈ കട്ട് വർക്ക് വരുന്നത്. കട്ട് വർക്ക് വരുന്നത് ടെസറയിലാകുമ്പം നിങ്ങളൊന്ന് ഓർത്ത് നോക്കി അതിൻ്റെ ഒരു ബ്യൂട്ടി എന്ന് പറയുന്നത്. ഇനി അതിനൊരു വേറൊരു പ്രത്യേകതയും കൂടി ഉണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഈ സാരി ഞാൻ നേരത്തെ കാണിച്ചിട്ടുള്ളതാണ്. ഈ സാരിക്ക് പക്ഷേ അന്ന് കാണിച്ചപ്പോഴത്തെ ചെറിയൊരു വ്യത്യാസം ചോദിച്ചാൽ ഇതിന് കോൺട്രാസ്റ്റ് ആണ് ബ്ലൗസ് വന്നിരിക്കുന്നത്. അതൊരു ഭയങ്കര ഒരു വെറൈറ്റി ലുക്ക് നമുക്ക് ഫീൽ ചെയ്യിക്കുക. അന്ന് വന്നപ്പോൾ ഇതിൻ്റെ സെൽഫായിരുന്നു ബ്ലൗസ് വന്നിരിക്കുന്നത്. ഇപ്പോൾ ഉണ്ടല്ലോ അജ്രക്ക് പ്രിൻ്റ് വരുന്ന ഇത് കണ്ടോ, ഒരു സിൽക്കി സ്റ്റഫ് വരുന്ന, അതായത് ആ ടസറിൻ്റെ തന്നെ സ്റ്റഫ് വരുന്ന ഈ ഒരു ബ്ലൗസാണ് അതിന് ബ്ലൗസായിട്ട് പെയർ ചെയ്ത് വന്നിട്ട് കയ്യിൽ ഇങ്ങനെ ഒരു ചെറിയ എന്നാ പറയുന്നത് ഗോൾഡൻ സെറിയൊക്കെ കൊടുത്തിട്ട് ഇതിനിങ്ങനെ ഈ ബ്ലൗസിൻ്റെ കളേഴ്സ് മാറി വരും. അതുപോലെ തന്നെ ആ ഒരു താഴത്തെ പ്രിൻറ്റും മാറി വരും. ഇനി മുന്താണിയും കൂടെ കാണിക്കാതെ ഉണ്ടോ, മുന്താണി വന്നിട്ട് ഇങ്ങനെ വരും. അതിൻ്റെ സൈഡിൽ കൂടെ ഇങ്ങനെ ഈ ഒരു ബ്ലൗസിൻ്റെ ആ ഒരു സംഭവം മുഴുവൻ ഒരു പൈപ്പിങ് പോലെ ചെയ്തിരിക്കുക രണ്ട് വശത്തും. നല്ലൊരു വെറൈറ്റി ലുക്കാണ്. ആ ഒരു ഇൻഡിഗോ കളറാണ് ഈ സാരിയുടെ ബ്ലൗസിൻ്റെ കളറ്. സാരിയുടെ ഇടയിലത്തെ ഇതും ഉണ്ടോ, ഇങ്ങനെ നോക്ക് മനസ്സിലാവും. ഈ ഒരു ഇത് കട്ട് വർക്കാണ് ചെയ്തിരിക്കുന്നത് കേട്ടോ. നല്ല സ്റ്റാൻഡേർഡ് ഐറ്റമാണ്, എല്ലാവർക്കും ഇഷ്ടപ്പെടും ഉറപ്പായിട്ടും. ഇനി അതിൻ്റെ തന്നെ ഡിസൈൻ വ്യത്യാസത്തിൽ, ബ്ലൗസിൻ്റെ വ്യത്യാസത്തിൽ ഉള്ള ഇത് കണ്ടോ, ഇത് ഫുള്ള് കട്ട് വർക്ക്, ബോഡി ഫുള്ള് കട്ട് വർക്ക്. അത് താഴത്തെ ബോർഡർ മാത്രം കട്ട് വർക്ക്, ഇത് ബോഡി ഫുള്ള് കട്ട് വർക്ക്. റേറ്റ് എല്ലാം സെയിം തന്നെ. ഡിസൈൻസിലും കട്ട് വർക്കിലും ഒക്കെ ഉള്ള വ്യത്യാസം, ബ്ലൗസിൻ്റെ കളറിലും വ്യത്യാസമുണ്ട്. ഇത് കണ്ടോ, ഇങ്ങനെ വന്നേക്കുന്നുണ്ടോ, പൈപ്പിങ്ങുമായിട്ട് വന്നേക്കുന്നുണ്ടോ, അതാണ് ബ്ലൗസ്. ബ്ലൗസിൻ്റെ കളർ അതാ. ബ്ലൗസ് ഒന്ന് ഞാൻ തപ്പിയെടുത്തോട്ടെ. ബ്ലൗസിൻ്റെ ഇല്ലേ തപ്പി മടുത്ത് ഞാൻ. ഇതാണ് ബ്ലൗസ്. ഇതിന് അജ്രക്ക് പ്രിൻ്റ് അല്ല, ഒരു ഇക്കത്ത് പ്രിൻ്റാണ് വരുന്നത്, പോച്ചമ്പള്ളി. നല്ല ഭംഗിയായിരിക്കും. ഇതിപ്പോൾ ബ്ലാക്കാണ്, ഒരു ഷെയ്ഡ് ബ്ലാക്കും യെല്ലോയും കൂടെ കൂടി ചേർന്ന ഒരു ഡിസൈൻ. എന്നിട്ട് അതിൻ്റെ ഒരു പാച്ച് പോലെ ബോർഡറിൻ്റെ രണ്ട് ബോർഡറിൻ്റെ സൈഡിൽ ഒരു പൈപ്പിങ് പോലെയല്ല, ഒരു പാച്ച് വർക്ക് പോലെ ഇങ്ങനെ കൊടുത്തിരിക്കുക. ഇത് കേട്ടോ, ഇങ്ങനെ കൊടുത്തിരിക്കുക ഫുള്ള്. എന്നിട്ട് ബ്ലൗസായിട്ട് അത് വരും. നല്ല ഭംഗിയായിരിക്കും. നിങ്ങളതൊന്ന് മനസ്സിലൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കുക, സാരിയും കൂടെ കൂട്ടി. ഇതൊക്കെ ഉടുത്തൊക്കെ കാണിക്കണം, എന്നാലേ ശരിയാവുള്ളൂ. ഇനി അടുത്ത ഡിസൈൻ എന്ന് പറയുന്നത് ഇത്. ഈ ഒരു ഡിസൈൻ, ഇതും ഫുള്ള് കട്ട് വർക്കാണ്. എല്ലാം കട്ട് വർക്ക് സാരിയാ, സെമി ടെസറാണ് സ്റ്റഫ്. ആ കട്ട് വർക്കിൽ വന്നിരിക്കുന്ന ഡിസൈൻസിലുള്ള വ്യത്യാസം ഇങ്ങനെ വരും ബോഡിയിൽ. ഇതിൻ്റെ ബ്ലൗസിൻ്റെ സൈഡിൽ ഇങ്ങനെ പോയിരിക്കുന്ന ഈ ഒരു പൈപ്പിംഗ് ആണ്. ഇതിൻ്റെ മുന്താണി വരുമ്പോൾ വേണ്ട ഇങ്ങനെ വരും. ഇനി ബ്ലൗസ് കൂടെ കാണിക്കാവേ. ഇതാണ് ബ്ലൗസ്, കണ്ട. ഒരു അജർക്ക് പ്രിൻ്റ് അല്ലെങ്കിൽ ഒരു ലഹരിയ ഡിസൈൻ അല്ല, അങ്ങനൊരു നല്ല ഭംഗി. ആ കോൺട്രാസ്റ്റ് പോയിരിക്കുന്നത് കയ്യെ കൂടെ, അതിൻ്റെ ബോർഡറിൽ കൂടെ പോയേക്കുന്നതുകൊണ്ട് നല്ലൊരു ഭംഗിയാണ് കാണാനായിട്ട്. ഇനി ഒരു സാരി എന്ന് പറയുന്ന ഈ സാരി റീസ്റ്റോക്ക് സാരിയാണ്. ഇത് കഴിഞ്ഞ ദിവസം നിങ്ങൾ ഈ പറഞ്ഞ പോലെ എല്ലാവരും ഒത്തിരി പേര് ചോദിച്ചാൽ, അത് ഈ പറഞ്ഞ ഞാൻ ലിമിറ്റഡ് സ്റ്റോക്കേ വെച്ചിട്ടുള്ളായിരുന്നു, അതുകൊണ്ട് ഒത്തിരി പേർക്ക് കൊടുക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് അതിൻ്റെ സെയിം നോക്ക് നിങ്ങൾ, എല്ലാ ഭംഗിയാണിത് എന്ന് പറഞ്ഞാൽ. കണ്ട, നിറച്ച് ഫുൾ എംബ്രോയിഡറിയാണ്, മാംഗോ പ്രിന്റ് വരുന്ന. സൈഡിൽ സ്കാലപ്പ് വർക്ക് ചെയ്തിട്ടുണ്ട്. ഈ സ്കാലപ്പ് വർക്ക് ചെയ്യുമ്പോഴേ സ്കാലപ്പ് ഇത് അടിച്ച് പിടിപ്പിക്കുന്ന, അപ്പോൾ അതിൻ്റെ എവിടെയെങ്കിലും ഒരു ജോയിന്റ് വരും കേട്ടോ. ഒരിടത്തും ജോയിന്റ് വരാതിരിക്കത്തില്ല. ആരോ ഒരാൾ കഴിഞ്ഞ ദിവസം പറയാം അതിൻ്റെ ജോയിന്റ് ഇങ്ങനെ വന്നിരിക്കുന്നത്. പിന്നെ ജോയിന്റ് ചെയ്യാതെ എന്നാ ചെയ്യും? സ്കാലപ്പ് ഒറ്റ ഇതിൽ നമ്മൾ എന്ത് ചെയ്താലും അങ്ങനെ എവിടെയെങ്കിലും ഒരു ജോയിന്റ്, അത് നല്ല വൃത്തിക്കാണ് അടിച്ചിരിക്കുന്നത്. പിന്നെ ഇതാണ് താഴത്തെ ബോർഡർ, മൽച്ചന്തേരിയാണ് ഫാബ്രിക്. ബോഡിയിലെല്ലാം ഈ ഒരു എംബ്രോയിഡറി വർക്ക്, നല്ല ഭംഗിയുള്ള സാരി. ബ്ലൗസ് വന്നിട്ട് പ്ലെയിൻ കേട്ടോ, ആ സെയിം ലൈറ്റ് യെല്ലോയുടെ സെയിം. പിന്നെ ഇതിൻ്റെ ഒരു കളറും കൂടെ വന്നിട്ടുണ്ട്, പിസ്ത ഗ്രീൻ.
എൻ്റെ ധൃതി കണ്ടിട്ട് എനിക്ക് തന്നെ എന്തോ പോലെ ആവുന്നു. ഇത് കണ്ടോ, നല്ല രസമല്ലേ? എന്നാ പറയുക, എന്ത് ഹെവി മാംഗോ പ്രിൻ്റാണ് കൊടുത്തിരിക്കുന്നത്. ഇത് ക്യാമറയ്ക്കകത്ത് കാണുമ്പോൾ ഇച്ചിരി ലൈറ്റാണെന്നാണ് പറഞ്ഞത്, അതിലും ഇച്ചിരി കൂടെ ഡാർക്കാണ്. നല്ല ഡാർക്ക് പിസ്താ ഗ്രീനാണ്, നല്ല ഭംഗിയാണ്. ഡാർക്ക് എന്ന് പറഞ്ഞാൽ ഇരുണ്ട് പോകും നല്ല അർത്ഥം. പിസ്താ ഗ്രീൻ്റെ നല്ല ഡീപ്പ് കളറ്. താഴത്തെ ബോർഡർ വന്നിട്ട് വേണ്ട ഇങ്ങനെ. കേട്ടോ, ഇതാണ് ബോഡി. ഫുൾ ബോഡിയിലും ഇങ്ങനെ ഉണ്ട് ഈ ഒരു വർക്കും ഈ സ്കാലപ്പും എംബ്രോയ്ഡറി എല്ലാം നല്ല ഹെവി ആയിട്ടുള്ള എംബ്രോയ്ഡറി എല്ലാം ചെയ്ത സാരി. 2 കളറ്. ഇത് അന്ന് വന്നപ്പോൾ 4 കളറും കണ്ട് വന്നാലും കണ്ട് ഓർമ്മ മറന്നുപോയി. എൻ്റെ 2 ചുരിദാർ സെറ്റും കൂടെ ഒന്ന് എടുത്ത് വന്നു വെച്ചാൽ മതി. ഇതേ ഒരു ബനാറസിയുടെ മെറ്റീരിയലിൽ വരുന്ന ഒരു, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പേസ്റ്റൽ കളറാണ് ഇതിനെല്ലാം വരുന്നത്. ഇതാണ് ടോപ്പ്, ചുരിദാർ സെറ്റാട്ടോ ടോപ്പ്. ഇത് ഞാൻ ഇന്നലത്തെ വീഡിയോക്കകത്ത് കണ്ട് സാരി കാണിച്ചിട്ട് പെട്ടെന്ന് ചുരിദാർ സെറ്റ് ഒരെണ്ണം കാണിച്ചത്. ഞാൻ പറയുന്നേയില്ല ചുരിദാർ സെറ്റ്, ഏറ്റവും ലാസ്റ്റാണ് പറയുന്നത് ഷോൾ ഇതാ എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് മനസ്സിലായ പോലെ നമുക്ക് ഇത് ചുരിദാർ സെറ്റാണ്. സാരി തന്നെ എങ്ങനെ ഇരിക്കുന്നതെന്ന് എൻ്റെ പലരും ഓർത്തു. ഇത് കണ്ടോ, ഇതാണ് ടോപ്പ്. ഇങ്ങനെ പ്ലെയിൻ ടോപ്പ്, ഒരു ബനാറസിയുടെ സ്റ്റഫാണ്. സാൻഡോൺ ബോട്ടം സെയിം കളറ്. ഇതൊരു ടീൽ ബ്ലൂവിൻ്റെ ഒരു കൈൻഡ് ഓഫ് ഷെയ്ഡാണ്. ഇതിൻ്റെ ഭംഗി എന്ന് പറയുന്നത് ഈ ഷോളാണ്, ഈ കോൺട്രാസ്റ്റ് വരുന്ന ഷോള്. നിങ്ങൾക്ക് ബഡ്ജറ്റ് റേറ്റിൽ കിട്ടുകയും ചെയ്യും, നല്ലൊരു ഫങ്ഷൻ വെയർ ആയിട്ട് കൊടുക്കുകയും ചെയ്യും. അജ്രക്ക് പ്രിന്റ് വരുന്ന ഈ ഒരു ഷോള് കണ്ടോ. ഇത് പ്ലെയിൻ ആയിട്ട് ടോപ്പ്, ഷോള് വരുമ്പോൾ അതേ ഇങ്ങനെ. എന്നിട്ട് താഴെയുണ്ട് ഈ ഒരു എന്നാ പറയുന്നത് ആ ഒരു ഗോൾഡൻ ഇത് താഴെ ദാമൻ പോർഷനിൽ വരുന്നതാണ്. ഈ ഒരു ഗോൾഡൻ ഗോൾഡല്ല, ഒരു യെല്ലോ കളർ പോലെ. ഇത് എന്നിട്ട് ഇങ്ങനെ പ്ലെയിൻ ആയിട്ട് ഈ അജ്രക്ക് പ്രിന്റ് വരുന്ന ഈ ഷോളും കൂടെ വന്നു കഴിയുമ്പോൾ നല്ല ഭംഗിയാണ്, നല്ല ലെങ്ത്തും എല്ലാം ഉള്ള ഷോളാണ്. ഇത് കണ്ടോ, സിൽക്കി ആയിട്ടുള്ള ഷോള്, ഡിജിറ്റൽ പ്രിന്റഡ് ആണ്. ഇങ്ങനെ ഇരിക്കും. ഇതിൻ്റെ കളർ ചേഞ്ച് കാണിക്കാവേ. ഒരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ കളറുകൾ കേട്ടോ. എനിക്ക് തോന്നിയ അട്രാക്ഷൻ ഏറ്റവും ഇതിനകത്ത് കളറാണ്. പിന്നെ ഇതിൻ്റെ മെറ്റീരിയൽ നല്ല ബനാറസിയുടെ സോഫ്റ്റ് ആയിട്ടുള്ള നല്ല സിൽക്കി ആയിട്ടുള്ള മെറ്റീരിയൽ. സിൽക്കി എന്ന് പറഞ്ഞാൽ ഭയങ്കര ഗ്ലോ ആയിട്ട് നിൽക്കുന്നില്ല, നല്ല ഷെയ്പ്പി തയ്ച്ചിടുവാണെങ്കിൽ നല്ല രസമായിരിക്കും കാണാനായിട്ട്. അതിൻ്റെ ഷോളെന്ന് പറയുന്നത് വേണ്ട ഇങ്ങനെ വരും കണ്ടോ. ഇത് വരും ഷോള് കണ്ടോ. എനിക്ക് ഒരു മുന്തിരി കളർ, ഒറ്റ ഒരു കളറും കൂടെ ഉണ്ട്, അതും അടിപൊളിയായിട്ടുള്ള ഒരു കളറാണ്. മുന്തിരി കളറിൻ്റെ തന്നെ ഒനിയൻ്റെ ഒക്കെ ഒരു ഷെയ്ഡ്. സ്റ്റഫ് ഭയങ്കര നല്ല സോഫ്റ്റ് ആയിട്ടുള്ള സിൽക്കി സ്റ്റഫാണ്. ഇത് വരും എന്തുവാ ദുപ്പട്ട. എന്താ നല്ല ഭംഗിയല്ലേ. ഓക്കെ, സിമ്പിളാണ്, നല്ലൊരു വെറൈറ്റി ലുക്കാണ്, റിച്ച് ലുക്കാണ്. നല്ല കാശ് മുടക്കി ചുരിദാർ. ബനാറസിക്കൊക്കെ അറിയാമല്ലോ, നല്ല ബനാറസിക്ക്. ഡ്യൂപ്ലിക്കേറ്റ് ബനാറസിക്ക് വിലക്കുറവാണ്. നല്ല ബനാറസിക്ക് 2000 എബോവ് ആവും ചുരിദാർ സെറ്റ് മേടിക്കും. ഇതിൽ പോയാലും 2000 എബോവ് ആവും. അത്രയും ഒരു ഫീല് ലുക്ക് തോന്നിക്കുക സ്റ്റഫ്. പക്ഷേ ഇതിനെൻ്റെ പകുതി വിലയുള്ളതെന്നാണ് എൻ്റെ ഓർമ്മ. അപ്പോൾ അത്രയേ ഉള്ളൂ. വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. താങ്ക് യു.